നമസ്കാരം, ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വൈഡ് സ്ക്രീൻ ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോസ് ഉണ്ടാവും. അതിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കട്ട് ഓഫ് ആയിട്ട് ഒരുപാട് ഭാഗം നഷ്ടപ്പെടും. ഇങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, 3 വീഡിയോസ് 1 by 1 ആയിട്ട് സ്റ്റാക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ അത് തമ്മിലൊരു ബോർഡർ ഉണ്ടാവും, ഒരു വ്യത്യാസം. അങ്ങനെ ബോർഡർ വരുത്താതെ ഒന്നും കൂടെ സ്മൂത്തായിട്ട് എഡ്ജ് തമ്മിൽ ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഞാൻ പറയുന്നത് 3 VFX ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുന്നതല്ല, 3 ടൈപ്പ് വീഡിയോ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നോക്കി അവിടെ സോഫ്റ്റ്നെസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് വെർട്ടിക്കലായി ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം അല്ലേ. അതറിയാത്തവരുണ്ടാവും. റീൽസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, മീഡിയ പൂളിൻ്റെ അകത്ത് വരാം. എവിടെയാണ് മീഡിയ പൂളിൻ്റെ അകത്ത് കേട്ടോ. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൈൻസ് കാണാൻ പറ്റില്ലേ. ഇവിടെ ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻ കാണാൻ പറ്റും. ഇത് ടിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ യൂസ് പ്രൊജക്ട് സെറ്റിങ്സ് കണ്ടോ, അത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് കൂടുതൽ കിട്ടും അല്ലേ. ഇതിൻ്റെ അകത്ത് ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് വരാം. ഇവിടെ നമുക്ക് 1020 1080 അതായത് ഫുൾ HD എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷനാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് മാറ്റി 4K ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടോ അൾട്രാ HD എന്ന് പറഞ്ഞ ഓപ്ഷന് 3840, ഇതാണ് 4K. ഇവിടേക്ക് 4K മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി വേണ്ട HD തന്നെ മതിയെങ്കിൽ HD തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ ആണ്. ഇനി നമുക്ക് ഇവിടെ യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്ന് കണ്ടോ. വെർട്ടിക്കൽ മീൻസ് ഇതേപോലെയുള്ള കുത്തനുള്ള റീൽസിനുള്ള റെസൊല്യൂഷൻ. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അത് ടിക്ക് ഓൺ ആക്കി കേട്ടോ, ഇവിടെ ഓൺ ചെയ്യാം. താഴെ വന്നു കഴിഞ്ഞാൽ ടൈം ലൈൻ ഫ്രെയിം റേറ്റ് എന്ന് കണ്ടോ, ഇത് 25 നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടിയിടാം. 30 ഫ്രെയിമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഫ്രെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 25 തന്നെ ലീവ് ചെയ്യാണ്, കാരണം ഞാനിത് ഡൗൺലോഡ് ചെയ്ത വീഡിയോസാണ്. ഇവിടെ എനിക്ക് ഫ്രെയിമിൽ വലിയൊരു കാര്യമില്ല. ഫ്രെയിംസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്, കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലായിട്ടൊരു ടൈം ലൈൻ ക്രിയേറ്റ് ആയി. അതുകൊണ്ട് ഇവിടെ വന്നു അല്ലേ. നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതേപോലെ ഇൻസ്പെക്ടർ ഓഫ് ചെയ്ത് വെച്ചാൽ ഇത് വലത്തേ ഭാഗത്തേക്ക് വരും. അതേപോലെ ഈ ഒരു ബട്ടൺ ഉണ്ടോ, ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ സ്ക്രീൻ ആയിട്ട് നമുക്കിവിടെ കാണാനും പറ്റും. ഇത് 20 വേർഷനിൽ മാത്രമാണ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇൻസ്പെക്ടർ ഓൺ ആക്കിയാലും കുഴപ്പമില്ല, നമുക്ക് ഇൻസ്പെക്ടറിൻ്റെ തൊട്ടിപ്പുറമായിട്ട് സ്ക്രീന് വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാണ്ട് കുറച്ച് വലുതാക്കി ഇടുകയാണ്. ഇവിടേക്ക് ഞാൻ 3 ലെയറിൽ വീഡിയോസ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 3 എണ്ണം ആഡ് ചെയ്താണ് ഇത് സാധാരണ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഏറ്റവും മേലേക്ക്, അതായത് 3ാമത്തെ ലെയറിലേക്ക് ഞാൻ ഈ ആകാശത്തിന് ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിന് 3ാമത്തെ ലെയറിലേക്ക് ആഡ് ചെയ്യുക. 2ാമത്തെ ലെയറിലേക്ക് ആഡ് ചെയ്തിട്ട് മേലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ ലെയറിലേക്ക് ആയിക്കോളൂ കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ മലകളൊക്കെ ഞാൻ ആഡ് ചെയ്തു. ഏറ്റവും താഴെയായിട്ട് ആര് വരണം, എന്താ ഇവനെ ആഡ് ചെയ്തു, ബീച്ചിന് കേട്ടോ. എന്നിട്ട് വേണ്ട ഒരു വലിപ്പത്തിൽ 3 കൂടെ ട്രിം ചെയ്തു. ട്രിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ബേസിക് വീഡിയോയിൽ പറയുന്നുണ്ടാണ്ട് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യമില്ല, ഒറ്റ സ്വിച്ചിൽ ട്രിം ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താണ് ഒഴിവാക്കിയത്. ഓക്കെ, ഇനി ഏറ്റവും മേലെയുള്ള ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലെയറിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. നേരെ ഇൻസ്പെക്ടറിൽ വന്നാൽ സൂം എന്ന് കാണാൻ പറ്റില്ലേ. ഞാൻ ഇത്തിരി സൂം ഔട്ട് ചെയ്യാണ്. ഏകദേശം ഇതേപോലെ കൊണ്ടുവച്ചു. Y പൊസിഷൻ മേലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്. മുന്നോട്ടേക്ക് നീക്കിയാൽ മതി, അപ്പോൾ അത് മേലേക്ക് നീങ്ങും കേട്ടോ. ഏകദേശം ഇതേപോലെ സെറ്റ് ചെയ്തു. അതിനുശേഷം 2ാമത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ സൂം ഇത്തിരി ബാക്കോട്ടേക്ക് വലിച്ച് അതിനെ ഞാൻ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഏകദേശം സെൻട്രൽ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇതിനെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഇതേപോലെ വെച്ചു. കുറച്ചുകൂടെ ഒന്ന് മേലേക്ക് ഒക്കെ നമുക്ക് ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് പ്രീസെറ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അതെങ്ങനെയൊന്നും കൂടെ കാണിച്ചു തരാം. ഇനി ലാസ്റ്റ് കാണുന്ന ഈ ലെയറിൽ, അതായത് 1ാമത്തെ വീഡിയോ ലെയറിൽ ക്ലിക്ക് ചെയ്തു. ട്രാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് ഞാൻ ഇത്തിരി താഴേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ സൈസൊക്കെ ഒന്ന് കുറച്ചിട്ട് അറേഞ്ച് ചെയ്തു. അതായത് ഓവറായിട്ട് ചെറുതാക്കരുത് കേട്ടോ, നമുക്ക് ഇത്തിരി ഭാഗം ക്രോപ്പ് ചെയ്യാനുണ്ട്. ഇനി നമുക്കിതിനെ വേണ്ട പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മേലേക്കും താഴേക്കൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഏകദേശം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒന്നിൻ്റെ മേലേക്ക് ഒന്ന് കയറുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, ടോപ്പ് ലെയറിൽ, അതായത് 3ാമത്തെ വീഡിയോ ആ ട്രാക്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസ്പെക്ടറിൽ വന്നിട്ട് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ക്രോപ്പിംഗ്. അതവിടെ ഓഫ് ആണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ ഓൺ ആയിട്ട് വരും. ഇനി ഇതിൽ ക്രോപ്പ് ബോട്ടം എന്നുള്ളൊരു ഏരിയ കണ്ടോ, ഇത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലെയുള്ള വീഡിയോയുടെ അടിഭാഗം മാത്രം ക്രോപ്പായി മേലേക്ക് വരും. ഇത് തൊട്ട് താഴെ സോഫ്റ്റ്നെസ്സിനെ മാക്സിമം മുന്നോട്ട് നീക്കുക. നമുക്ക് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം അത് ബ്ലെൻഡ് ആവുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഇതേപോലെ കൊണ്ടുവച്ചു. ഇനി ഇത്തിരി സോഫ്റ്റ്നെസ് ഞാൻ ബാക്കോട്ട് വലിക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ആവും കണ്ടോ. ഏകദേശം ഒരു മിക്സ് ആയിട്ട് ഒരു വീഡിയോ പോലത്തെ ലുക്കിലേക്ക് വന്നു അല്ലേ. തമ്മിലൊരു വ്യത്യാസമില്ലാത്ത രീതിയിൽ ആ സോഫ്റ്റ് എഡ്ജ് കിട്ടും. ഇവിടെ കണ്ടോ കട്ടിങ് ഇല്ലാത്ത. ഇനി എന്ത് ചെയ്യണം, നടുവിലത്തേൽ വരിക. നടുവിലത്തെ ടോപ്പും ഇത്തിരി ക്രോപ്പ് ചെയ്തെടുക്കാം, വേണ്ട പോലെ കേട്ടോ. വേണ്ടെങ്കിൽ വേണ്ട, ബോട്ടം ഇത്തിരി ക്രോപ്പ് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ. എന്നിട്ട് സോഫ്റ്റ് എഡ്ജ് സോഫ്റ്റ്നെസ് ഫുള്ളായിട്ട് കയറ്റിയിടുക. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം, സോഫ്റ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഒരു സോഫ്റ്റ്നെസ് വരുന്നുണ്ട് അവിടെ. എന്നിട്ട് എന്ത് ചെയ്യുക, താഴത്തെ ലെയറിൽ വന്നിട്ട്
ഏറ്റവും അതായത് വീഡിയോ 1 വന്നിട്ട് ഇൻസ്പെക്ടറിൽ ഇവിടെ നമുക്ക് ബോട്ടം അല്ല ടോപ്പാണ് കട്ട് ചെയ്യേണ്ടത് അല്ലേ. ടോപ്പ് ഇത്തിരി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സോഫ്റ്റ്നെസ് ഫുള്ളാക്കി ഇടുക. കണ്ടോ, അത് എത്രത്തോളം കട്ട് ചെയ്യണം ക്രോപ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതെങ്ങനെ ബ്ലെൻഡ് ആവുന്നു, എത്രത്തോളം ഭംഗിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഔട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് വേറെ വേറെ വീഡിയോസ് ആണെങ്കിലും ഇത് ഒന്ന് മൂവ് ചെയ്യുന്ന അല്ലാതെ മൂന്നും അനങ്ങാതെ നിൽക്കുന്നതാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, നമുക്ക് അവിടെ ആ ഒരു ഭംഗി അവിടെ 3 ലെയറുകൾ വേറെ വേറെ ചെയ്താണെന്ന് അറിയാതെ കിട്ടും. ഇവിടെ ഇപ്പം താഴത്തെ ബീച്ച് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സോഫ്റ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഏതാണ് വീഡിയോ 1 അതായത് ട്രാക്ക് നമ്പർ 1ൻ്റെ സോഫ്റ്റ്നെസ് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയായി മിക്സ് ആവുമോ നോക്കാം അല്ലേ. വലിയ മാറ്റമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ആ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവ് A to Z വാട്സപ്പ് സഹായത്തോടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് വെബ്സൈറ്റ് ത്രൂ ആണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറായിട്ട് പഠിക്കാൻ പറ്റും. അതായത് എഡിറ്റ് പേജ് ആണെങ്കിൽ എഡിറ്റ് പേജ്, ഇനി ഫ്യൂഷൻ പേജ് ആണെങ്കിൽ ഫ്യൂഷൻ പേജിൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ കണ്ട ഇതേപോലെ പഠിക്കാൻ സാധിക്കും. കളർ പേജ് ഉണ്ട്, എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്രീമിയം ക്ലാസ് നമ്പർ മെസ്സേജ് അയച്ചാൽ മതി. അതേപോലെ നമ്മുടെ കുറച്ച് ഫ്രീ പ്രൊഡക്റ്റും അതേപോലെ പെയ്ഡ് പ്രൊഡക്റ്റും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ്, വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ടൈം ലൈനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൈൻസിൻ്റെ അകത്ത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് എക്സ്പോർട്ട് ഇതുണ്ടോ, ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ ഈ ഫയലുകളൊന്നും മിസ്സായി പോയത് കേട്ടോ. അതിനെ എവിടെയെങ്കിലും നല്ലപോലെ സേവ് ചെയ്ത് വെച്ച ശേഷം വേണം എക്സ്പോർട്ട് ചെയ്യാൻ. ഡെസ്ക്ടോപ്പിലോ ഡൗൺലോഡ് ഫോൾഡറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത സമയത്ത് ക്ലീൻ ആയി പോയത്. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം കാണിക്കാൻ വേണ്ടി ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക. ടൈം ലൈൻ 3 എന്ന് പറഞ്ഞാൽ ഞാൻ സേവ് ചെയ്തു. ഇനി ഞാൻ ഈ ടൈം ലൈൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ക്ലിക്ക് ചെയ്ത് ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിട്ട് പോയിക്കോളൂ. ഇനി ഞാൻ ഈ മാസ്റ്ററിൽ വന്നിട്ട് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. ടൈം ലൈന് ഇമ്പോർട്ട്, ഈ ഒരു ഓപ്ഷൻ കണ്ടോ AFF എന്നുള്ള, ഇത് ഇമ്പോർട്ട് ചെയ്യാം. അതിപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്കാണ് ചെയ്തത്. ഡെസ്ക്ടോപ്പിൽ ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രീസെറ്റ് ആയിട്ട് ഇവിടേക്ക് ഇമ്പോർട്ട് ആകും. പക്ഷേ ഈ വീഡിയോസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോസിന് എങ്ങനെ ഇവിടെ ചെയ്ത് വെച്ച എഫക്റ്റുകളൊന്നും നഷ്ടപ്പെടാതെ റീപ്ലേസ് ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ പുതിയ വീഡിയോസ്, അതായത് നമ്മൾ പുതിയത് എടുത്ത കുറച്ച് വീഡിയോസ് ഫോൾഡറിൻ്റെ അകത്തുനിന്ന് ഇല്ലെങ്കിൽ ഫൈൻഡറിൻ്റെ അകത്തുനിന്ന് ഡ്രാഗ് ചെയ്തിട്ട് മീഡിയ പൂളിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഏത് ലെയറിലിരിക്കുന്ന വീഡിയോ ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അതിൻ്റെ വീഡിയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ V1, V2 എന്ന് കാണുന്നില്ല. ഇതിൻ്റെ ചുറ്റും റെഡ് കളർ ഉണ്ടോ എന്ന കാര്യം കൺഫേം ആക്കുക. അതേപോലെ നമ്മുടെ പ്ലേ ഹെഡ് ഇല്ലേ, ഈ ചുവന്ന വര, ഇത് എവിടെയാണോ വെക്കുന്നത് അവിടുന്ന് മുന്നോട്ടേക്കാണ് റീപ്ലേസ് ആവുക. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. എവിടെയാണോ വെക്കുന്നത് അവിടുന്ന് മുന്നോട്ടേക്കാണ് റീപ്ലേസ് ആവുക. അപ്പോൾ തുടക്കത്തിൽ കൊണ്ടുവെക്കുക. ഈ ഒരു വീഡിയോ അല്ലേ റീപ്ലേസ് ചെയ്യേണ്ടത്, ഇതിനെ സെലക്ട് ചെയ്യുക. ഈ ഒരു ഐക്കൺ കണ്ടോ, റീപ്ലേസ് വിത്ത് ക്ലിപ്പ് എന്നുള്ള, റീപ്ലേസ് ക്ലിപ്പ് എന്നുള്ള F11 ആണ് ഷോർട്ട് കട്ട്. ഇത് ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് സെറ്റിംഗ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. ക്ലിപ്പ് മാത്രം ഇവിടേക്ക് റീപ്ലേസ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ക്ലിപ്പ് മാത്രം അവിടേക്ക് റീപ്ലേസ് ആയി. ഇനി അടുത്ത ക്ലിപ്പിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ ഈ V എവിടുന്ന് ഓഫ് ചെയ്യുക, അടുത്ത V സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ഈ ചുവന്ന വട്ടത്തിന് ചുറ്റും ഉണ്ടെന്ന് കൺഫേം ആക്കുക. എന്നിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് കൊടുക്കുക. കണ്ട അവിടേക്ക് മാറി. ഇനി മൂന്നാമത്തെ ചെയ്യണം എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും 3ൽ വരണം അല്ലേ. മൂന്നാമത്തെ ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുക. നേരെ മേലെ വന്ന് വേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് റീപ്ലേസ് ക്ലിപ്പ് എന്നുള്ള അല്ലെങ്കിൽ F11 എന്നുള്ള ഷോർട്ട് കട്ട് അടിച്ച് കഴിഞ്ഞാൽ അതും റീപ്ലേസ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ മതിയാവും. അതായത് മൊത്തത്തിൽ പിന്നെയും ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരണ്ട. ജസ്റ്റ് ക്രോപ്പിൻ്റെ അകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ ക്ലിപ്പുകൾ തമ്മിലുള്ള സാമ്യത നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എൻ്റെ സബ്സ്ക്രൈബർ ഉണ്ട് മിഥുൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. സീ യു ഇൻ നെക്സ്റ്റ് ടൈം. ബൈ.